കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്, കൃത്യമായി പറഞ്ഞാൽ ബ്രയൻ ജോൺസൺ നീൽ കാമത്തിൻ്റെ ഷോയിൽ നിന്ന് പോയതിന് ശേഷം ഇന്ത്യയിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ പറ്റിയും പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിനെ പറ്റിയും വളരെയധികം ചർച്ച നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ മോശമാണ്, പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിൻ്റെ അളവ് കൂടുതലാണ്. എന്താണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്? മലയാളത്തിൽ പറഞ്ഞാൽ വായു ഗുണനിലവാര സൂചിക. നമ്മുടെ ചുറ്റുമുള്ള വായു എന്തുമാത്രം മലിനമാണ്, അവിടെ എന്തുമാത്രം പൊല്യൂട്ടൻസ് ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചികയാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് തരുന്നത്. നമ്മുടെ ചുറ്റുമുള്ള വായുവിൽ ഒരുപാട് പൊല്യൂട്ടൻസ് ഉണ്ട് നമുക്കറിയാം. ലൈക്ക് കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, അമോണിയ, ഓസോൺ, പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ലൈക്ക് 2.5 and 10. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ആകെത്തുക എടുത്തിട്ട് ഒരു ഇൻഡിക്കേഷനാണ് നമുക്ക് തരുന്നത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് വഴി. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് US ആണ് 1968. ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒരു നമ്പർ തന്നു കഴിയുമ്പോൾ സാധാരണക്കാരന് ചുറ്റുമുള്ള വായു എന്തുമാത്രം മലിനമാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സിൻ്റെ ഗുണം. ഇന്ത്യയിലെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി സിറ്റീസിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 100ന് മുകളിലാണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് നോർമലി 0 to 500 ഇടയ്ക്ക് ഒരു നമ്പർ ആയിരിക്കും നമുക്ക് തരിക. 0 to 500 ഇടയ്ക്ക് ഒരു നമ്പർ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 0 to 50 ആണെന്നുണ്ടെങ്കിൽ ഗുഡ് എയർ ക്വാളിറ്റി ആണ്, 51 to 100 ആണെന്നുണ്ടെങ്കിൽ മോഡറേറ്റ് ആണ്, 100ന് മുകളിലാണെന്നുണ്ടെങ്കിൽ അത് അൺഹെൽത്തി ആണ്. ഇപ്പോൾ 101 to 150 ആണെന്നുണ്ടെങ്കിൽ സെൻസിറ്റീവ് ഗ്രൂപ്പ്സിന്, അതായത് കുഞ്ഞു കുട്ടികൾക്ക്, പ്രായമായവർക്ക്, മറ്റെന്തെങ്കിലും രോഗമുള്ളവർക്ക്, ലങ്സ് സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് ഇതൊക്കെ അൺഹെൽത്തിയാണ്. കണ്ടിന്യൂസ് എക്സ്പോഷർ അൺഹെൽത്തിയാണ്. 151 to 200 ആണെന്നുണ്ടെങ്കിൽ അൺഹെൽത്തിയാണ്. എല്ലാ ഗ്രൂപ്പിനും അൺഹെൽത്തിയാണ്. കണ്ടിന്യൂസ് എക്സ്പോഷർ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും, ലങ്സിന് പ്രശ്നങ്ങളുണ്ടാക്കും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും, സ്ട്രോക്സ് ഉണ്ടാക്കും, വാട്ട് നോട്ട്. അപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സും നമ്മുടെ പൊല്യൂഷനും നമ്മുടെ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്.